പഠിച്ച് വലിയ നിലയിലെത്തി. ഈ സന്തോഷം പങ്കിടാൻ അമ്മ കൂടെയില്ലെന്നുള്ള വിഷമേ ഞങ്ങൾക്കുള്ളൂ. ദൈവമ്മ കുളിപ്പിച്ച് കുറുക്ക് വാരി കൊടുത്ത് വളർത്തിയ കുഞ്ഞുങ്ങള് ഇപ്പൊ വലിയ മിടുക്കത്തികളായി ദൈവമ്മേ. അമ്മയുടെയും ദൈവമ്മയുടെ ആത്മാവ് ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും, അനുഗ്രഹിക്കുന്നുണ്ടാവും എന്റെ മക്കളെ മനസ്സ് നിറഞ്ഞ്. ഈ പെൺകുട്ടികളുടെ രണ്ടാനമ്മയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മനസാക്ഷിയില്ലാത്ത ഒരു താടകയായിരുന്നു ചന്ദ്രസേനൻ രണ്ടാമത് കെട്ടിയ കലാവതി. ആദ്യം തന്നെ അവൾ 2 കൈക്കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ 5 കുട്ടികളെയും അടിച്ചു പുറത്താക്കി അമൃത നിലയം കലാനിലയമാക്കി മാറ്റി. അതായിരുന്നു തുടക്കം. കുട്ടികൾ നല്ല നിലയിലായത് സഹിക്കുന്നില്ല ഇപ്പൊ കലാവതിക്ക്. പിന്നെ 100-ല് 100 മാർക്കും വാങ്ങിച്ചിട്ട് IAS എഴുതാൻ പോവല്ലേ നിങ്ങളുടെ ഇരട്ടകള്. നന്നാവില്ല, നന്നായിട്ട് വാഴിക്കില്ല ഞാൻ. പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചതൊക്കെ അവളുമാരുടെ തള്ളയുടെ ബുദ്ധിയാ. ദേ, ചത്തുപോയ അവളെ കുറിച്ച് എന്റെ മുമ്പിൽ ഇനി നല്ല കാര്യം വിളമ്പരുത്. ഓർമ്മയുണ്ടല്ലോ, മടുത്തു, എനിക്ക് അവളെ വെറുപ്പാന്നൊക്കെ പറഞ്ഞിട്ടാ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് കൂടിയത്. അത് നിനക്കും ഗുണം ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതെ, അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരുത്തൻ തേച്ചിട്ട് പോയ കാലത്ത് എന്റെ മാനക്കേട് തീർത്തത് നിങ്ങൾ തന്നെയാ. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. 10-20 വയസ്സിൽ പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ എന്റെ പ്രായത്തിലൊരു മോൾ ഉണ്ടായിരുന്നേനെ നിങ്ങൾക്ക്. സെക്രട്ടേറിയറ്റിലെ ജോലിക്കാര് വരെ കല്യാണം ആലോചിച്ച് വന്നതാ. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാ നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങി വന്നത്. ഇറങ്ങി വന്നു എന്ന് പറയണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചെടുത്തു എന്ന് പറഞ്ഞാ മതി. അതിന്റെ ഗുണമൊന്നും എനിക്കുണ്ടായില്ല എന്ന് മാത്രം. ഈ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. എന്തു ഗുണമാ നിങ്ങൾക്ക് കിട്ടാത്തത്? ഒന്നാം തരം തറവാടിയല്ലേ ഞാൻ. പലിശക്കാർക്ക് കൈക്കാശായിട്ട് എത്രയാ ഞാൻ പുളിങ്കുരു പോലെ എണ്ണിക്കൊടുത്തത്. സസ്പെൻഷൻ ഡിസ്മിസൽ ആവാതിരിക്കാനേ കണ്ടവന്റെയൊക്കെ കയ്യും കാലും പിടിച്ച് നടന്നത് നിങ്ങളല്ലല്ലോ, ഞാനല്ലേ. ഇതിൽ കൂടുതൽ എന്ത് ഗുണമാ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത്? ഇനി എന്താ, മല മറിച്ചു തരണോ? മലയൊന്നും മറിക്കണ്ട, ഒരു മോനെ വേണമായിരുന്നു. അതിനുവേണ്ടിയാ 5 പെൺമക്കളെ ഉപേക്ഷിച്ച് ഞാൻ നിന്റെ കൂടെ വന്നത്. 10-18 വർഷമായില്ലേ. ആൺകുട്ടി വേണ്ട, ഒരു പെൺകുട്ടിക്ക് പോലും തൊട്ടിൽ കെട്ടാൻ കഴിഞ്ഞില്ലല്ലോ നിനക്ക്.